വേൾഡ് കപ്പിലെ സൂര്യകുമാറിന് ക്യാച്ച് ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്ത് വിവാദമായിരിക്കുകയാണ്. ഇതുവരെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ അത് വിട്ടിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് സൂര്യകുമാർ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു, സൂര്യകുമാർ മനഃപൂർവ്വം നീക്കിയതാണെന്നാണ് അവർ പറയുന്നത്. സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ ഇത് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോഴിതാ ഇതിനെതിരെ ഡിവിലിയേഴ്സ് രംഗത്ത് വന്നിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് ചുട്ട മറുപടിയാണ് ഡിവിലിയേഴ്സ് കൊടുത്തത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സൂര്യകുമാർ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് ICC ഇത് നോക്കാത്തത്? സൂര്യകുമാർ മനഃപൂർവ്വം റോപ്പ് നീക്കിയതാണ്. കളി വീണ്ടും നടത്തണം. ICC ഇതേപ്പറ്റി അന്വേഷിക്കണം. ഈ ചതി പാടില്ല. ഇന്ത്യൻ ടീം ചതിച്ചിട്ടാണ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസങ്ങൾ പറഞ്ഞത്. എന്നാൽ ബുദ്ധിയുള്ളവരും സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ മുൻ താരമായ AB ഡിവിലിയേഴ്സ് ചുട്ട മറുപടിയാണ് ഇവർക്ക് കൊടുത്തത്. ഡിവിലിയേഴ്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ വിവാദ പ്രസ്താവന നിർത്തൂ. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഒരിക്കലും സൂര്യകുമാർ റോപ്പ് നീക്കിയതല്ല. കളി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. ചില മാച്ചുകളിൽ ഇങ്ങനെ സംഭവിക്കാം. ഇത് ഗ്രൗണ്ട് സ്റ്റാഫാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ സൂര്യ മനഃപൂർവ്വം നീക്കിയതല്ല. കളിയുടെ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനിയും ഈ ഒരു കാരണം പറഞ്ഞ് സ്വയം വില കളയരുതെന്ന് ഡിവിലിയേഴ്സ് വ്യക്തമാക്കി. ഡിവിലിയേഴ്സ് പ്രൂഫാണ് കാണിച്ചത്. കളിയുടെ ആരംഭത്തിൽ തന്നെ ബൗണ്ടറി റോപ്പ് അവിടെ കുറച്ച് നീങ്ങിയിരുന്നു. അത് ഗ്രൗണ്ട് സ്റ്റാഫ് ശ്രദ്ധിക്കാഞ്ഞതാണ്, അല്ലാതെ സൂര്യ ചെയ്തതല്ല. ഡിവിലിയേഴ്സ് ആണ് ശരിക്കുമുള്ള ക്രിക്കറ്റ് കളിക്കാരൻ. സൗത്ത് ആഫ്രിക്കൻ നിരയിൽ ഒരു താരത്തിനെങ്കിലും ബുദ്ധിയുണ്ടെന്നാണ് ഇന്ത്യൻ ആരാധകർ പറഞ്ഞത്. അല്ലെങ്കിലും AB ഡിവിലിയേഴ്സ് സൗത്ത് ആഫ്രിക്കൻ താരമായാലും അദ്ദേഹത്തിന് ഇന്ത്യയോടാണ് കൂറ്. എപ്പോഴും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ടാക്കിയിട്ടാണ് സംസാരിക്കാറ്. ഇപ്പോൾ ABD പറഞ്ഞത് ശരിയായ കാര്യമാണ്. ABDക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് മുൻ താരങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഇന്ത്യൻ ടീം കപ്പടിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.